സാർ അത് സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനകത്ത് പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞു. നിങ്ങൾ മാധ്യമങ്ങൾ പോലും ആ രീതിയിലല്ല ഇതിനെ എല്ലാം കൂടി അവൈലബിളുമായിട്ടാണ്. അങ്ങനെ വരുമ്പോഴൊരു ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ എന്താണ് ഒരു ജുഡീഷ്യൽ ക്ലാഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നത് അല്ലേ? ശരിയല്ലേ? അങ്ങനെ പറഞ്ഞ ചോദ്യം ഞാൻ 100% യോജിക്കുന്നു. കാര്യം ഇപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് സംബന്ധമായിട്ടുള്ള വിഷയം വന്നപ്പോഴാണ് മറ്റേ എന്താണ് മിസ്റ്റർ രഞ്ജിത്തിൻ്റെ വിഷയം വരുന്നത്. അത് ഇതിനകത്തൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമേ അല്ല. പക്ഷേ എങ്കിലും അത് ഇതുമായിട്ട് ക്ലബ് ചെയ്ത് അങ്ങനെ വന്നു. അത് ഓക്കെ, അത് അദ്ദേഹത്തിൻ്റെ ധാർമ്മികത മൂലം അദ്ദേഹം ചെയ്തു. അത് ഓക്കെ, അതാണ് നമ്മൾ യോജിക്കുന്നത്. പക്ഷേ അപ്പോൾ അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ ഈ പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പലതും മുങ്ങിപ്പോവുകയാണ്. അങ്ങനെയുള്ള അപ്പോൾ ഒരുപക്ഷെ അതിനു വേണ്ടി ഞാൻ അവരങ്ങനെ ചെയ്തു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പലതും അങ്ങനെയാണോ വന്നിരിക്കുന്നത് എന്നുള്ള സംശയം എനിക്ക് തോന്നാതിരിക്കുന്നില്ല. അത് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയുന്ന ചോദ്യത്തോട് അതെ കാര്യം ഈ മറ്റതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നതിന് വേണ്ടി പോയി ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി അതൊരു പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ തന്നെ ഒരു തന്ത്രവുമാകാം. പല തീരുമാനങ്ങളും ഇതിൻ്റെ മറവിൽ നടക്കുന്നുണ്ടെന്ന് കാര്യം അതെനിക്കും അറിയാം. അത് ഞാൻ പൊളിക്കും, അത്രേ പറയാനുള്ളൂ. എന്തായാലും നാളെ ഹൈക്കോടതി സിറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാം. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇത്രയും നാളെ പറഞ്ഞിട്ട് വെച്ചിട്ട് പെട്ടെന്ന് എടുത്തങ്ങോട്ട് ഇട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ അദാലത്തുകൾ നടക്കുന്നു എന്തുകൊണ്ട് ഒരു സംശയം പറഞ്ഞതേ ഉള്ളൂ. സാർ കേട്ടില്ല. അല്ല, അങ്ങനെ ഒരു ആരോപണം നേരത്തെ വന്നിരുന്നല്ലോ. ഈ അതിനകത്ത് എന്താണ് ഈ പറയുന്ന നമ്മുടെ സർക്കാരിലുള്ള ഒരു മന്ത്രിയുണ്ട്, 2 MLA-മാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടല്ലോ. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആകാം, അത് സാധ്യത കാണുന്നു. നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നമ്മളൊരു CCTV അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ അവിടെയൊക്കെ സെക്രട്ടേറിയറ്റിലൊക്കെ CCTV-കളൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വേണം പോയി നോക്കേണ്ടത്. അത് നോക്കിയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കിട്ടുമായിരുന്നു ഇവിടെ ആരൊക്കെ പോയിട്ടുണ്ടോ എന്നുള്ളത്. ഒരിക്കലും ഇല്ല, അമ്മയുടെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെടില്ല. അമ്മയിൽ അത് അച്ഛൻ പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല. എനിക്ക് അമ്മയിലെ ചില ഇങ്ങനെ ഇൻവേർട്ടർ 5-10 ഇൻവേർട്ടർ കോമയിലാണ് അച്ഛൻ ആ ഒരു ഡയലോഗ് മോഡുലേറ്റ് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിച്ചായിരുന്നോ? ചില അംഗങ്ങൾ അമ്മയോട് ഇപ്പോഴും ബഹുമാനം തന്നെയാണ്. ഇത് ഞാനും എഴുതി കൊടുത്തിട്ടുള്ള വാചകമാണ്. എനിക്കും ബഹുമാനം തന്നെയാണ്. ഞാനോ? അല്ലെ, മടക്കയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഈ പറഞ്ഞ പോലെ നമുക്കത് എനിക്കതിനെ കുറിച്ചൊന്നും പറയാനില്ല. കാര്യം എന്നെ വേണ്ടാത്തടത്ത് എനിക്ക് താല്പര്യമില്ലാതെ അങ്ങനെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. എന്നോട് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരു വിഭാഗത്തെ ആരായേക്കാലും, അത് ഈ ഏത് സ്വർഗരാജ്യത്താണെങ്കിൽ തന്നെ നമ്മൾ എന്താണ് പറയുന്നത്, പാരഡൈസ് എന്നുള്ള സ്വർഗരാജ്യത്തിലാണെങ്കിൽ പോലും അവിടെ ചെന്നിട്ട് മാലാഖമാരാണെങ്കിലും മാലാഖമാരെ എന്നെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ നടക്കുന്നവരാണെങ്കിൽ എനിക്ക് അവരോട് താല്പര്യം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ അമ്മ ഇപ്പൊ തന്നെ മുട്ടി നടക്കാൻ വയ്യ, എന്തിനാണ് ഇനി പുതിയ സംഘടന? അത് തന്നെയാണല്ലോ മാഫിയ എന്ന് അച്ഛൻ വിശേഷിപ്പിച്ചത്. അത് തന്നെയാണല്ലോ സംഘടനയിൽ അധീശത്വമുള്ളവരെന്ന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞത്. അത് തന്നെയാണല്ലോ പവർ ഗ്രൂപ്പ് എന്ന് ഇവർ പറഞ്ഞത്. ഞാനോ? അല്ല, അത് അന്നേരത്തെ കാര്യമില്ലേ, നമുക്ക് മനുഷ്യരാണ്, പറയാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ മനസ്സിലെ കാര്യം ഞാനും പറഞ്ഞല്ലോ, സംഘടന എന്ന് പറയുന്നതോടെ ആ സംഘടനയെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നവനാണ്. എന്താ പറയുന്നത്, അമ്മയെ അന്ന് എൻ്റെ സ്വന്തം അമ്മയെ പോലെ എനിക്ക് 2 അമ്മമാരുണ്ട്, 3ാമത്തെ അമ്മയായിട്ട് തന്നെ ഞാൻ കണ്ടിരുന്നവനാണ്. അതുപോലത്തെ അങ്ങനെ മനസ്സിലുണ്ടായിരുന്ന എന്നെയാണ് ഞാനൊരു ദിവസം അത് പറയുകയും ചെയ്തിട്ടുണ്ട്. 2018 അന്നത്തെ സെക്രട്ടറി അടുത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യം എഴുതി കൊടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, എന്താണ് കമ്മിറ്റി അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലൊരു നടപടി ഉണ്ടാകുന്നില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ആ അമ്മ സംഘടനയ്ക്ക് അവിഹിത ബന്ധത്തിലുണ്ടായ മകനാണ് ഷമ്മി തിലകൻ എന്ന് കണ്ട് എന്നെ പടിയടച്ച് പിണ്ടം വെച്ചേക്കുക എന്ന് തന്നെയാണ് ഞാൻ 2018 എഴുതി കൊടുത്തിരുന്നത്. ഇത് തന്നെ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് അവിഹിതത്തിലുണ്ടായ മകനാണ് ഷമ്മി തിലകൻ എന്ന് കണ്ട് എന്നെ പടിയടച്ച് പിണ്ടം വെച്ചേക്കാൻ. അവരത് 2023-ലാണെന്ന് തോന്നുന്നു എന്നെ പുറത്താക്കിയത്. ചിലപ്പോൾ ഞാൻ അവിഹിത സന്തതിയാണെന്ന് തോന്നി കാണും, അതുകൊണ്ടായിരിക്കും. അപ്പോൾ പിന്നെ എന്നെ തിരിച്ചെടുക്കാൻ അവർക്ക് താല്പര്യമുണ്ടോ? ഇനിയിപ്പോൾ സ്വത്തിൻ്റെ അവകാശം വല്ലതൊക്കെ തരേണ്ടി വരുമെന്ന് നമുക്ക് പേടിയുണ്ടാവും.
സാർ അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു ഫാക്ട് ചെക്കിങ് എന്ന് പറയും. ഇപ്പോൾ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ട് ചെക്കിംഗ് റിപ്പോർട്ടാണല്ലോ. അപ്പോൾ അതൊക്കെ പരിശോധിക്കാനായിട്ട് നമുക്ക് ഇവിടെ എന്താണ് നീതിന്യായ വ്യവസ്ഥയുണ്ട്. അതെല്ലാം അവർ നോക്കും. അതിന് അന്നേരം അവർ തീരുമാനിക്കട്ടെ. നമ്മൾ അവിടെ ചെന്നിട്ട് വാദിയും പ്രതിയും ചെന്നിട്ട് കാര്യങ്ങൾ പറയുക, ബോധിപ്പിക്കുക. അതിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി അതിൻ്റെ നല്ല കൃത്യമായ തീരുമാനം പറയും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് അതിനെക്കുറിച്ച് ഓരോരുത്തർക്കും നമ്മൾ സങ്കല്പത്തിലുള്ള ഓരോ അനുമാനങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഏതൊരു എന്താണ് ഒരു കേസ് വരുമ്പോൾ ഒരു വാദി ഉണ്ടാവും, ഒരു പ്രതി ഉണ്ടാവും. അപ്പോൾ വാദി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അത് പ്രതിസ്ഥാനത്തുള്ള ആൾ അല്ലെങ്കിൽ ആരോപണ വിധേയൻ അതിനകത്ത് അതിനെ ഇതിന് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും പറയുന്ന ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കോടതിയാണ് അത് തീരുമാനിക്കേണ്ടത് എന്താണെന്നുള്ളത്. അത് അദ്ദേഹത്തിന് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ അദ്ദേഹം ജയിക്കും, അത്ര തന്നെ അല്ലേ? ശരിയല്ലേ? ഓ അല്ല, പിന്നെ അഞ്ചാമത് വന്നാലോ? അത് എന്തിന് പ്രതികരിക്കണം? അങ്ങനെ അതിന് ആവശ്യമുണ്ടോ? ഞാൻ അതിന് പ്രതികരിക്കേണ്ട കാര്യമില്ല. എന്റെ മണ്ഡലമല്ല. ആ അതെ. അല്ല, അങ്ങനെ വല്ല ചോദ്യങ്ങളായിരുന്നെങ്കിലും കാര്യം ഞാൻ അദ്ദേഹത്തിനടുത്ത് ഈ പറഞ്ഞ കൊല്ലം കോർപ്പറേഷനിലെ ചില അഴിമതികളെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ഒരു ദിവസം ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ച് അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണല്ലോ കൊല്ലം കോർപ്പറേഷൻ ഇരിക്കുന്നത്. അതുകൊണ്ട് അത് കൃത്യമായ തെളിവോടെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇന്ന കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്ന സംഭവമാണ് ഒരു MLA എന്ന നിലയിൽ. പോയി അത് പിടിച്ചവന്മാർക്കിട്ട് ശരിക്കും പണി കൊടുക്കുക, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നീ ചുമ്മാ ഇരടേ, ജീവിക്കാൻ സമ്മതിക്കില്ലടേ എന്നാ പറഞ്ഞത്. സോറി, ആരായിരുന്നു ആര് ആര് അതൊക്കെ ഇനിയിപ്പോൾ പോവുമല്ലോ. ധാർമ്മികത അവിടെയല്ലേ പ്രകടിപ്പിക്കേണ്ടത്. അത് നമ്മൾ അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. സർക്കാർ അത്ര നമ്മൾ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല സർക്കാരിനെ. കാര്യം അവർ ചില സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാ സർക്കാരും ഇന്ന ആളെന്നൊന്നുമില്ല ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ പോസിറ്റീവായിട്ട് കാണാവുന്ന കാര്യം. അതൊക്കെ മാന്യമായിട്ട് തന്നെ ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് വിമർശിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ ആ അവകാശം അത് ഭരണഘടന തന്നെ പുള്ളിക്ക് അനുശാസിക്കുന്നുണ്ട്. നിങ്ങളത് കേൾക്കാനും നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള അവകാശം നിങ്ങൾക്കും ഉണ്ട്, അല്ലേ? നമ്മളങ്ങനെ എടുത്താൽ മതി. നിങ്ങളെന്ന് വെച്ചിട്ട് നിങ്ങളെ ഒരു തളർന്നു പോകാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ആരുടെയും വിമർശനം കേട്ട് നമ്മൾ തളരേണ്ട കാര്യമില്ല, അല്ലേ? അത്രേ ഉള്ളൂ. അതിനകത്ത് അങ്ങനെ തന്നെ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ അതാ പറഞ്ഞ അദ്ദേഹത്തിന് ന്യായീകരിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് ഉണ്ട്. നമ്മളെന്തിനാണ് അതിനെ ചോദ്യം ചെയ്യാൻ പോകുന്നത്? സംസ്ഥാന അതെങ്ങനെ ഇപ്പൊ എന്റെ അച്ഛൻ പറയുന്ന പോലെ തന്നെ ഞാനും പറഞ്ഞു നടക്കണമെന്ന് പറയുന്നത് അതൊരു അനാവശ്യ പിടുത്തമല്ലേ? അതെങ്ങനെയാ അച്ഛൻ മകൻ എന്ന് കാണണം എന്ന് പറഞ്ഞ പോലെ.